സീസൺ 7 ഇന്നലെ ഞാനൊരു അപ്ഡേഷൻ ഇട്ടായിരുന്നു. മത്സരാർത്ഥികൾ ഇന്നലെ കണ്ടസ്റ്റൻസ് 7 കണ്ടസ്റ്റൻസിൻ്റെ ഷൂട്ടായിരുന്നു ഇന്നലെ നടന്നത്. ബാക്കി ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ ബാക്കി അകത്തോട്ടുള്ള എൻട്രി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതിൻ്റെ ഷൂട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം ലാലേട്ടൻ്റെ ഇൻട്രോ ഷൂട്ടുകൾ കംപ്ലീറ്റ് എടുത്തും കഴിഞ്ഞു. ലാലേട്ടൻ ഇല്ലാതെ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതിന് മുന്നേ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് ലിസ്റ്റ് ഞാൻ ഇന്നലെ തൊട്ടുള്ള ലിസ്റ്റ് ഞാൻ പറയുകയാണ്. ഇന്നലെ പെർഫോം കഴിഞ്ഞത് അനുമോളായിരുന്നു ആദ്യം പെർഫോം കഴിഞ്ഞത്. രണ്ടാമത് പെർഫോം ചെയ്തത് അപ്പാനി ശരത്തായിരുന്നു. മൂന്നാമത് പെർഫോം ചെയ്തത് ഇത് നമ്മുടെ ഡാൻസ് ലിസ്റ്റ് മാത്രമാണ് കേട്ടോ, ശൈത്യ സന്തോഷാണ്. ഇവരിൽ ആരെയാണ് ആദ്യം കയറ്റി വിടുന്നതെന്ന് അറിയില്ല. അടുത്തത് പെർഫോം ചെയ്തത് അഭിശ്രീയിലെ അഭിയായിരുന്നു. ഈ പറയുന്ന ലിസ്റ്റ് പ്രകാരം ആയിരിക്കില്ല ലാലേട്ടൻ കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞ് പെർഫോം ചെയ്തത് നെവിനായിരുന്നു. ഈ 5 പേരായിരുന്നു ഇന്നലെ ആദ്യം പെർഫോം ചെയ്തത്. അത് കഴിഞ്ഞ് 6ാമതായിരുന്നു നമ്മുടെ ബെന്നി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അക്ബർ ഖാൻ്റെ ഒരു സോങ്ങോട് കൂടിയായിരുന്നു അക്ബർ ഖാൻ ഇൻട്രോ ചെയ്തതെന്ന് പറഞ്ഞു. അതിനുശേഷം ആര്യൻ ഖത്തോരിയെ ആയിരുന്നു പെർഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പെർഫോം ചെയ്തിരിക്കുന്നത് ആദില നൂറ. ഇത് 2 പേരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം 2 പേരുടെയും പേര് എനിക്ക് കേൾക്കാൻ വയ്യ. ഫാത്തിമ നൂറ എന്ന് മാത്രം എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ അപ്ഡേഷൻ അങ്ങനെയാണ്. ഒരുപക്ഷെ കപ്പിൾ എൻട്രി ആണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. അതിനുശേഷം അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ RJ ബിൻസിയാണ്. RJ ബിൻസിയുടെ ഫാദറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. RJ ബിൻസിയാണ് പെർഫോം ചെയ്തതെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രേണു സുധിയുടെ പെർഫോമൻസ് ആയിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇത്രയും പേരുടെ പെർഫോമൻസ് ആയിരുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നടന്നിരിക്കുന്നത്. ഇനി ഞാൻ കേട്ട മറ്റൊരു പേര് പറയാം. പുള്ളിക്കാരത്തി പക്ഷേ ഇപ്പം സീരിയലിൽ ആക്റ്റീവാണ്. പുള്ളിക്കാരത്തി ഇപ്പം അഞ്ജലി ഹരി നമ്മുടെ ചെമ്പനീർ പൂവിലുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിയും ബിഗ് ബോസിലുണ്ട് എന്ന് കേൾക്കുന്നു. അതിന് വൈൽഡ് കാർഡായിട്ടായിരിക്കുമോ എന്നറിയില്ല. അതിനുശേഷം ഷാനവാസ് ഷാനുവിൻ്റെ പെർഫോമൻസ് ഒന്നും കഴിഞ്ഞില്ല ഞാനിപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം. അപ്പോൾ അവർക്ക് ഇനി ഉള്ളവരുടെ ലിസ്റ്റ് മാത്രം പറയാം. ഞാൻ പറഞ്ഞവർ പെർഫോം ചെയ്തവരുടെ ലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് കൺഫേം അല്ല. അടുത്തത് ശാരികയുടെ കാര്യവും എനിക്കറിയില്ല. വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ. എനിക്കിപ്പോൾ കിട്ടിയ അപ്ഡേഷൻ പ്രകാരം അക്ബർ ഖാൻ്റെ കാര്യവും എനിക്ക് പെർഫോം ചെയ്തതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒണിയൽ സാബു ബിഗ് ബോസിലേക്കാണ് വന്നത്. പക്ഷേ പെർഫോം ചെയ്യാനായിട്ട് ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം കയറുന്നുണ്ടോ എന്തോ. പിന്നെ ഞാൻ രഞ്ജിത്ത് മുൻഷിയുടെ പേര് കേട്ടായിരുന്നു. പക്ഷേ രഞ്ജിത്ത് മുൻഷിയും പെർഫോം ചെയ്തതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മുടെ കലാഭവൻ സരികയും പെർഫോം ചെയ്തതായിട്ട് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇവരൊക്കെ ബിഗ് ബോസിലുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ പെർഫോം ചെയ്ത ലിസ്റ്റ് കുറച്ച് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നീട് ജിപ്സയുടെ പേരും കേൾക്കുന്നുണ്ട്. ജിപ്സ ഇനി എന്താണ് വൈൽഡ് കാർഡായിട്ട് കയറുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണോ എന്നറിയില്ല. ഇനി ഈ ഇതാണ് എനിക്ക് അനീഷ് എന്നും പറഞ്ഞ് കുറച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. പക്ഷേ ഇതാണോ അനീഷ് എന്നറിയില്ല. നമ്മുടെ കോമണർ അനീഷായിട്ട് ഈ പുള്ളിക്കാരനായിരിക്കുമോ എന്നറിയത്തില്ല. പക്ഷേ ഈ ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ പെർഫോം ചെയ്തവരുടെ ലിസ്റ്റ് മാത്രമാണ് എനിക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വന്നിരിക്കുന്നതൊന്നും എനിക്ക് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് ഇപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഒരുപാട് പേര് കൺഫേം ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ന്യൂസ് കിട്ടിയത് പ്രകാരമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ പെർഫോം ചെയ്തവരുടെ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ സോങ് ലാലേട്ടൻ ഇല്ലാതെ തന്നെ എടുത്തിട്ടുണ്ട്. ഇൻട്രോയുടെ സോങ് അതിനകത്ത് തുടരും സിനിമയിലെ 2 ഗാനങ്ങളാണ് എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാടേറും കൊമ്പും പിന്നെ മറ്റേ ശരവണ ഷൺമുഖ എന്നുള്ളതും. ലാലേട്ടൻ വരുമ്പോഴേക്കുമുള്ള പെർഫോമൻസ് ആണ് എമ്പുരാനെ എന്നുള്ള സോങ്. അതാണ് എൻട്രി പെർഫോമൻസ് ആയിട്ട് വച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനിയുള്ള ലിസ്റ്റിനകത്ത് പ്രകാരം ഏത് രീതിയിലാണ് എൻട്രി ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് കയറ്റി വിടുക എന്നറിയില്ല. എന്തായിരുന്നാലും കിട്ടിയ ലിസ്റ്റ് ഇത്രയുമാണ്. നമുക്ക് കാത്തിരിക്കാം.